നമസ്കാരം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ 5 സംസ്ഥാനങ്ങളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ തമിഴ്നാടിനെ സംബന്ധിച്ച ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പ്രദീപ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ഈ ഏജൻസി തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. DMK രണ്ടാം സ്ഥാനത്താവുമെന്നും AIADMK BJP സഖ്യത്തിന് കനത്ത തിരിച്ചടി നേരിടുമെന്നും പ്രവചനത്തിൽ പറയുന്നു. 98 മുതൽ 120 സീറ്റുകൾ വരെ TVK നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്ക്. 92 മുതൽ 110 സീറ്റുകൾ വരെ DMK നേടുമെന്നുമാണ് പ്രവചനം. എക്സിറ്റ് പോൾ ഫലങ്ങൾ യഥാർത്ഥ ഫലമാകണമെന്നില്ലെങ്കിലും അവ പലപ്പോഴും പൊതുചർച്ചകളെ സ്വാധീനിക്കുകയും അന്തിമവിധി തെളിയും വരെ ആകാംക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ ആക്സിസ് മൈ ഇന്ത്യ TVKക്ക് 98 മുതൽ 120 സീറ്റുകൾ പ്രവചിച്ചിരിക്കുന്നതിൽ പലർക്കും അവിശ്വസനീയത തോന്നുന്നുണ്ട്. കാരണം ഒരു പൊതുധാരണ വിജയുടെ പാർട്ടി സീറ്റുകൾ നേടുമെങ്കിലും ഇത്തരമൊരു മുന്നേറ്റം ഉണ്ടാക്കില്ല എന്നാണ്. എന്നാൽ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല. കാരണം മുൻകാലങ്ങളിൽ ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ പല പ്രവചനങ്ങളും കൃത്യമായി ഫലിച്ചിട്ടുണ്ട് എന്നതാണ് അതിന് കാരണം. അത്തരത്തിലുള്ള 5 ഉദാഹരണങ്ങൾ ഇവയാണ്. 1. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2019 UPയിലെ മഹാസഖ്യം കാരണം BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം നേടാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചു. എന്നാൽ അന്ന് NDAക്ക് 339 മുതൽ 365 സീറ്റ് വിജയം ധൈര്യത്തോടെ പ്രവചിച്ച ഒരേയൊരു ഏജൻസി ആക്സിസ് മൈ ഇന്ത്യ ആയിരുന്നു. BJP സ്വന്തമായി അന്ന് 300 സീറ്റുകൾ മറികടന്നു. അന്തിമഫലം വന്നപ്പോൾ NDA 353 സീറ്റുകൾ നേടി. ഇത് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ച കൃത്യമായ കണക്കിന് ഒരു ഉദാഹരണമാണ്. രണ്ടാമതായി 2022 പഞ്ചാബ് തെരഞ്ഞെടുപ്പ്. മിക്ക സർവേ ഏജൻസികളും ആം ആദ്മി പാർട്ടിക്ക് മുൻതൂക്കമോ അല്ലെങ്കിൽ ഒരു തൂക്കുസഭയോ പ്രവചിച്ചപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ AAPക്ക് 76 മുതൽ 90 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് പ്രവചിച്ചു. ബഹുകോണ മത്സരം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം അന്ന് സംശയത്തോടെയാണ് ഇവർ നോക്കിക്കണ്ടത്. എന്നാൽ ഫലം വന്നപ്പോൾ കോൺഗ്രസിനെയും അകാലിദളിനെയും നിഷ്പ്രഭമാക്കി AAP 92 സീറ്റുകൾ നേടി. മൂന്നാമതായി 2023 മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ കോൺഗ്രസിന് നേരിയ വിജയമോ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമോ ആണ് മിക്ക ഏജൻസികളും അന്ന് പ്രവചിച്ചിരുന്നത്. എന്നാൽ BJP 140 മുതൽ 162 സീറ്റുകൾ വരെ നേടി വലിയ വിജയം കൈവരിക്കുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചു. ഫലം വന്നപ്പോൾ BJP 163 സീറ്റുകൾ നേടി. ഇത് മറ്റ് സർവേ ഏജൻസികളെയും അമ്പരപ്പിച്ചു. മറ്റൊന്ന് 2024 മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ്. അന്നത്തെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിക്ക് മേൽക്കൈ ലഭിക്കുമെന്ന് മിക്ക വിശകലന വിദഗ്ധരും പ്രവചിച്ചിരുന്നു. എന്നാൽ ഈ പൊതുവായ അഭിപ്രായങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭരണകക്ഷിയായ മഹായുതി സഖ്യം ശക്തമായി തിരിച്ചുവരവ് നടത്തുമെന്നും 178 മുതൽ 200 സീറ്റുകൾ വരെ നേടുമെന്നും ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചു. അന്തിമഫലം വന്നപ്പോൾ പ്രവചനങ്ങളെക്കാൾ വലിയ മുന്നേറ്റമുണ്ടാക്കി. മഹായുതി 235 സീറ്റുകൾ എന്ന കൂറ്റൻ വിജയം നേടിയതോടെ എക്സിറ്റ് പോൾ കണക്കുകൂട്ടലുകളേക്കാൾ വലിയൊരു തരംഗമായി ഫലം മാറി. മറ്റൊന്ന് 2025 ഡൽഹി തിരഞ്ഞെടുപ്പ്. 2025 ഫെബ്രുവരിയിൽ നടന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ മിക്കവാറും എല്ലാ പ്രധാന എക്സിറ്റ് പോളുകളും AAP ഉജ്ജ്വല വിജയം നേടുമെന്നോ അല്ലെങ്കിൽ കടുത്ത പോരാട്ടം നടക്കുമെന്നോ ആണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി BJP 45 മുതൽ 55 സീറ്റുകൾ വരെ നേടി നിർണായക വിജയം കൈവരിക്കുമെന്നായിരുന്നു ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചത്. ഫലം വന്നപ്പോൾ BJP 48 സീറ്റുകൾ നേടുകയും അരവിന്ദ് കെജ്രിവാളിന്റെ 10 വർഷം നീണ്ടുനിന്ന ഭരണ തുടർച്ചയ്ക്ക് അന്ത്യം കുറിക്കുകയും ചെയ്തു. ഇനി കേരളത്തിലെ കാര്യം നോക്കിയാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 104 മുതൽ 120 സീറ്റുകൾ വരെയാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചത്. അന്തിമഫലം ഈ പ്രവചനങ്ങളോട് വലിയ തോതിൽ പൊരുത്തപ്പെടുന്നതുമായിരുന്നു. 99 സീറ്റുകൾ നേടിയാണ് അന്ന് LDF വിജയിച്ചത്. ഇതേ ആക്സിസ് മൈ ഇന്ത്യ തന്നെയാണ് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം പാർട്ടി തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലമാണ് TVK തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിച്ചേക്കുമെന്ന് പ്രവചനം നടത്തിയത്. തമിഴ്നാട്ടിലെ 234 അംഗ നിയമസഭയിൽ 120 സീറ്റുകൾ വരെ പരമാവധി TVK നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. വിജയുടെ ഉയർച്ചയെ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിമാരായ MGRനോടും ആന്ധ്രാപ്രദേശിലെ NT രാമറാവുവിനോടുമാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ ചെയർപേഴ്സണായ പോൾസ്റ്റർ പ്രദീപ് ഗുപ്ത ഉപമിച്ചത്. എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതല്ലെന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോഴും ഈ കണക്കുകളെയും അവഗണിക്കാൻ കഴിയില്ല.